ഹലോ ഗൈസ്, ഒരു മിനിറ്റ് ചെയ്യത്ത്. ശരി. ഹലോ ഗൈസ്, വെൽക്കം ടു ഗ്യാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് മാർക്കോ എന്നാണ് സിനിമയുടെ പേര്. പിന്നെ ഒരു കാര്യം, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. സോറി. കണ്ണിട്ടിടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു പടം ഞാൻ കണ്ടതുകൊണ്ട് തിയേറ്ററിൽ കണ്ടത്. ഇന്നലെയായിരുന്നു കണ്ടത്. പടത്തിൻ്റെ പേര് മാർക്കോ. പടത്തിൽ അഭിനയിച്ചത് ഉണ്ണി മുകുന്ദൻ, യുക്തി തരേജ്, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ് ഏട്ടൻ, ആൻസൺ പോള്, പിന്നെ വേറെ ആരൊക്കെയായിരുന്നടേ, ശ്രീജിത്ത് രവി, സിദ്ദിഖ് എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ജനേഷ് പ്രഭാകരനുണ്ട് കേട്ടോ, പറയാൻ മറന്നു കേട്ടോ. മറ്റേ നമ്മുടെ ദൃശ്യത്തിലെ വാച്ച്മാൻ, ദൃശ്യം 2 വാച്ച്മാൻ അങ്ങേരുണ്ട് ഈ പടത്തിൽ. പടം ഡയറക്റ്റ് ചെയ്യണത് അറിയാമല്ലോ, ഹനീഫ് അദേനി. മീൻസ് ലാലേട്ടൻ എന്ന് മാറിപ്പോയി. മമ്മൂക്കയുടെ ഗ്രാൻഡ് ഫാദർ, നിവിൻ പോളിയുടെ മികായേൽ, പിന്നെ നിവിൻ പോളിയുടെ നിന്ന് പൊട്ടിപ്പോയ രാമചന്ദ്ര ബോസൻകോ. പക്ഷെ എനിക്ക് ആ സിനിമ ഷൂട്ടിടുന്ന ജീവിതത്തിലുള്ള രണ്ടാളാണ്. അതുകൊണ്ട് ക്ലൈമാക്സ് ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ 3 പടത്തിന് ശേഷം ഇറങ്ങിയ പടമാണ്. ഞാൻ വേറെ ആരെങ്കിലും പടം ഡയറക്ടറുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അതിനുശേഷം കാണുന്ന പടമാണ് മാർക്കോ. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളത് പ്രത്യേകിച്ച് പറയണം. എന്താ പൊന്നോ, നമ്മുടെ KGF 2, പിന്നെ പൊട്ടിപ്പാളിസായ വന്ന് കബ്സ മാർട്ടിൻ എന്ന സിനിമകളുടെയും, പിന്നെ നമ്മുടെ അജയ് ദേവൻ്റെ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയില്ല, എന്താണ് സിംഗമഗൈൻ, അതിൻ്റെയും, പിന്നെ നമ്മുടെ ശിവരാജ് പറഞ്ഞ മുഫ്തി സിനിമയുടെ മ്യൂസിക് ചെയ്ത രവി ബസ്രൂറാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി അണ്ണാച്ചി എന്നാണ് പറയുന്നത്. കാരണം അയാളുടെ ഫസ്റ്റ് മലയാളം ഫിലിമാണ് മ്യൂസിക് ചെയ്യുന്നത്. അതുകൊണ്ട് വെൽക്കം, സല്യൂട്ടിയോ. പറയാൻ മറന്നു കേട്ടോ, പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ലെവല് പടം. ഫസ്റ്റ് ഹാഫ് വേറെ ലെവല്, സെക്കൻഡ് ഹാഫ് ഒരു 1-2 ലാഗ് വന്ന്, അല്ല 1-2 പറയത്തില്ല, ഒരു ലാഗ് എന്തോ കയറി വന്ന്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഒറ്റ ലാഗേ ഉള്ളൂ. അത് പറയാൻ എനിക്ക് സ്പോയിലർ ഒറ്റ വന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയണം, ഒരു സ്പോയിലറുള്ളൂ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, മീൻസ് ലാസ്റ്റ് അത് ഒന്നുകൊണ്ടിൻ്റെ ആകാരൊക്കെ കൊല്ലും. അപ്പോൾ ഇവർ മീൻസ് അത് ഫാസ്റ്റിൽ കാണിക്കേണ്ട ഒരു സ്ലോ പേസിൽ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പടത്തിൻ്റെ സ്റ്റണ്ട് ചെയ്തിരുന്ന കലൈ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ അടുത്തൊരാണ്. ഇതാരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടം എഡിറ്റ് ചെയ്തിരിക്കുന്ന ഷമീർ മുഹമ്മദ് ആട്ടോ, നമ്മുടെ ജനഗണമന. പിന്നെ ഇതിങ്ങനെ കേട്ടോ, മലയാളി ഫിലിമിൻ്റെ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞില്ല. ഇനി ഗെയിം ചേഞ്ചറിലും അങ്ങനെയാണ്. എന്തായാലും പൊളിക്കണമാണ് ഷമീറൊക്കെ, പൊളിക്കണം. എൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യണത് ഉണ്ണിമുകുന്ദൻ, ഷെരീഫ് മുഹമ്മദ്, അത് പുതിയ പ്രൊഡ്യൂസറായിട്ട്. എന്തായാലും ഇങ്ങനത്തെ പടമൊന്നും ഒരു മലയാളി പോലും പ്രൊഡ്യൂസ് ചെയ്യൂല അത്. പക്ഷെ ഇവർ പ്രൊഡ്യൂസ് ചെയ്തല്ല, അതിന് വേണോടാ ഒരു ഗട്ട്സ്. അല്ല ഡയലോഗ് മാറിപ്പോയി, ബുദ്ധി അതിനുള്ള എറുണ്ട്.
അത് ചേട്ടാ പടത്തിൻ്റെ മ്യൂസിക് ആൻഡ് BGM ഞാൻ വീണ്ടും പറയാണ്. രവി ബസ്തൂറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാട്ടും നൈസായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറയല്ല, എല്ലാ പാട്ടും നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സൊക്കെ പ്രഡിക്റ്റബിളാണ്. കുറച്ച് ലിയോ കയറി വന്നോന്ന് സംശയമുണ്ട്. ലിയോ പോലെയാണ് ശ്രമിച്ചിരിക്കണം, പക്ഷെ ലിയോ അല്ല. ക്ലൈമാക്സ് ഫൈറ്റ് അല്ല. പിന്നെ മറ്റേ ബീസ്റ്റിൽ ഒരു സാധനം ഉണ്ട്. ബീസ്റ്റ് സിനിമ കണ്ടിട്ടുള്ള മാർക്കറിയായിരിക്കും. ബീസ്റ്റ് സിനിമയിൽ മറ്റേ മറ്റേ വില്ലൻ്റെ അനിയനെ കൊല്ലാൻ പോകുമ്പോൾ ഒരു സാധനം പറ്റുന്നുണ്ട്. മറ്റേ ഷോർട്ട് ഗൺ എടുത്തിട്ട് കറക്കും, ഇങ്ങനെ കറക്കും, ഇതിങ്ങനെ മറ്റേ പമ്പരം കറക്കണം, നമുക്ക് കറക്കും. ആ സാധനം ഈ സിനിമയുടെ ഇൻ്റർവെൽ പഞ്ചിൽ വന്നിട്ടുണ്ട്. ഇൻ്റർവെൽ പഞ്ച് നൈസാണ്. മറ്റേ ഇതില്ലടെ ആഡ്സ് കറക്കിയിട്ട് ഇങ്ങനെ എടുക്കും, എന്നിട്ട് എല്ലാത്തിനും വെട്ടും. അതാണ് എൻ്റെ പണി. എന്തായാലും വെട്ടുകൊത്ത് പടം ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണാൻ. പിന്നെ ഒരു കാര്യം, ലോജിക്ക്, ഗ്രാവിറ്റി, ഈ രണ്ട് തരവും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ട് വേണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് എന്തോ ആണ്, അല്ല 10 മണിക്കല്ല 11 മണിക്ക് ആണ് ഞാൻ കാണാൻ പോയത് സിനിപോളിക്സിൽ. എനിക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പോസ്റ്റിലൂടെ പറയുക. എന്തായാലും പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. പെർഫോമൻസ് വൈസ് പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയുള്ളൂ. പെർഫോമൻസ് വൈസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട, അത് പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. പെർഫോമൻസസ് വൈസ് സിദ്ദിഖൊക്കെയും പിന്നെ യുക്തിയുടെ ഫസ്റ്റ് ഇതാട്ടോ, മലയാള പടമാണ്. യുക്തി മീൻസ് നമ്മുടെ ലോട്ടുകയ പാട്ടില്ലേ, അല്ല അഭിനയിച്ച പെണ്ണാണ്. പിന്നെ രംഗബലി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു, അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിനിമ മീൻസ് നാഗശൗര്യയുടെ അതിലൊന്നാണ്ട് ഇവളായിരുന്നു. അതിനുശേഷം വരുന്ന പടമാണ്. എന്തായാലും മിന്നിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം പറയാൻ മറന്നിട്ട്, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണേ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിക്ടർ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അവൻ മരിക്കണ്. അപ്പോൾ അതിൻ്റെ അതിൽ റിവെഞ്ച് എടുക്കാൻ പറഞ്ഞാണ് ഈ ഉണ്ണിമന്തൻ. അപ്പോൾ ഈ വിക്ടർ എന്ന് പറയുന്ന ഒരാളെ കാണിച്ചപ്പോൾ എനിക്ക് മറ്റേവനെയാണ് ഓർമ്മ വന്നത്. മീൻസ് രഞ്ജിത്ത് സഞ്ജീവിനെയാണ് ഓർമ്മ വന്നത്. അവൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്. ചിലപ്പോൾ അവനെ ആയിരിക്കുള്ളൂ കേട്ടോ, എനിക്ക് അറിഞ്ഞോടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലൂടെ പറയുക. ഇൻസ്റ്റ അക്കൗണ്ട് കാസ്ട്രോളറസ് _8668 എന്നടിച്ച് നോക്കിയാൽ മതി, കിട്ടും. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ക്ലൈമാക്സിൽ ഒരു കബീർ ദുഹാൻ സിംഗിന് വേറൊരു വില്ലനുണ്ട്. അവൻ്റെ പേര് എനിക്ക് അറിയണോട്ട്. അവനെ കൂടി അവന്മാർ രണ്ടെണ്ണം കൊന്നിട്ട് ഒരു കൊച്ചിനെ അവൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എനിക്ക് സംശയം വന്ന്, കൊച്ചു കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു വേറെ കാര്യമുണ്ട്. ഇതാണോ മറ്റേ മിഖായേൽ എന്താണ് ഒരു ചെറുക്കനുണ്ടായിരുന്നവിടെ മറ്റേ ആത്മഹത്യയാണത്. ആ ചെറുക്കനാണ് ഇവൻ്റെ കയ്യിലിരിക്കണ കുഞ്ഞ് വലുതായപ്പോഴാണ് അവിടെ ആ ചെറുക്കനായത്. ആ ഒരു സംശയമുണ്ട്. എന്തായാലും ബാസ് ക്രെഡിറ്റ്സിന് ഏതെങ്കിലും സെക്കൻഡ് പാട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാർക്കോൻ സെക്കൻഡ് പാട്ടെന്ന് ആയിരിക്കുള്ളൂ. മിഖായിൽ സെക്കൻഡ് പാട്ട് അറിയിട്ട് വലിയ കാര്യം നടക്കാൻ പോകണില്ല എന്നുള്ളത് അറിയാം. പക്ഷേ മിഖായിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്തായാലും സെക്കൻഡ് പാട്ട് ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ എന്തായാലും തിയേറ്ററിൽ ഫാൻ ഷോയ്ക്ക് പോയി കാണും. പറ്റുകയാണെങ്കിൽ ഇനി ഫസ്റ്റ് കാണും, അതെന്തായാലും ഉറപ്പാണ്. എന്തായാലും വേറൊന്നും പറയാനില്ലടേ. ഒരുപാട് ബ്ലഡി വയലൻസ് ഉണ്ട്. കൊച്ചുങ്ങളെ കണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആ പടം അവർക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളുണ്ട്. അതൊക്കെ മാക്സിമം കാണിക്കാതിരിക്കുക. ഇനി എന്തായാലും
25-ാം തീയതി ബാരോസ്, പിന്നെ ഏതായിരുന്നു ബേബി ജോൺ. മാച്ച് 27 25 ഒരു സംശയമാക്കി വെച്ചിരിക്കണം അമ്മമാർ. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റൂല. ചിലർ പറയണ 27, ചിലർ പറയണ 25. ഏതെല്ലാം വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയണം അവിടെ. എന്തായാലും വീണ്ടും പറയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്, കൂളിംഗ് ഗ്ലാസ് ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പം ടാറ്റ ബൈ ബൈ, ഡെൽറ്റ മസ്കസ്.